അന്ന് ശ്രീകുട്ട ദൈവമേ ഗായ്സ് എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ന്യൂജൻ അമ്മമാരെ കണ്ടോ ഗായ്സ്? എന്റെ ന്യൂജൻ അമ്മമ്മ ഞങ്ങൾ എല്ലാരും ഫ്രീക്കണം ഗൈസ്. ഏയ് പാപ്പൻ എന്റെ തന്ത ഇവിടെ. വേർസ് മൈ ഡാഡി? എല്ലാരും സെറ്റാണ്. ഹലോ ഗായ്സ്, ദിസ് ഇസ് ബി ജിപ്സി ഗേൾ. അപ്പൊ ഇന്ന് ഭയങ്കര ഒരു എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഞാൻ ഇന്ന് ട്രിപ്പ് പോവാണ്. പക്ഷെ സോളോ അല്ല, ഇത്തവണ ഒരു ഗ്രൂപ്പ് ട്രിപ്പ്. ഒരു 10-12 എത്ര 13 പേരുള്ള ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. എപ്പോഴും പ്ലാൻ ചെയ്യും പക്ഷെ നടക്കില്ല. സോ ഫൈനലി ഞങ്ങൾ ട്രിപ്പ് പോവാണ്. അതെ, പൂളിലുള്ള ഒരു കാര്യം പറയട്ടെ, അതിനാണ് ഞാൻ വരുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ എവിടേക്കാ പോകണം അറിയാം? നമ്മൾ അതിരപ്പള്ളി പോണത്. അതിരപ്പള്ളി ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദർ, മോർ ദാൻ സ്ഥലം കാണാൻ എക്സ്പ്ലോർ ചെയ്യുന്ന എല്ലാവരും കൂടെ ഒന്ന് കൂടാ, എൻജോയ് ചെയ്യാ, ആ ഒരു മൂഡാണ് പിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രിപ്പിൽ എന്തൊക്കെ സംഭവ ബഹുല വികാസങ്ങൾ ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം. ഞങ്ങളൊരു ടൂർ പോവുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂറാണ്. എന്താ കയ്യില് വെച്ച മരുന്ന്? ആയുർവേദം മരുന്നാണ്. കുറച്ച് പച്ച മരുന്ന്, അരിഷ്ടം കഷായം. 1 2 3 4 5 6 7 മിന്നു മസാല ദോശ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏഴറ്റുമുഖമാണ് നമ്മളിപ്പോ ഇറങ്ങിക്കുന്നത്. നമ്മളെല്ലാരും ഇറങ്ങി, എല്ലാരും അങ്ങ് നടന്നു പോയി. അപ്പൊ നമ്മളിതേ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ഏഴാറ്റുമുഖം വന്നു കഴിഞ്ഞ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാ എന്റെ പുറകെ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. അപ്പം അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ അവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഗാർഡനിക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ 35 എന്തോ ആണ്. ഞങ്ങൾക്ക് 335 ആയി. അപ്പൊ 35 ആണ് ടിക്കറ്റ് പെർ ഹെഡ് വരുന്നത്. അപ്പം ഞങ്ങൾ ഞാൻ തൂക്കുപാലമൊക്കെ കണ്ടിട്ട് അപ്പുറത്തേക്ക് വേറെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നോക്കാം. ഉണ്ടോ? തുമ്പൂർമൊഴി ടിക്കറ്റിൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല. അപ്പൊ നമുക്ക് ഈ തൂക്കുപാലം കഴിഞ്ഞ് അപ്പുറത്താണ് പ്രകൃതി ഗ്രാമം വരുന്നത്. അവിടേക്ക് നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതാണ് പാലത്തു നിന്നുള്ള വ്യൂ. എല്ലാരും കണ്ടിട്ടുണ്ടാവും, എന്നാലും വെറുതെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കാണാൻ നമുക്ക് ഈ സൈഡും കൂടെ എങ്ങനെയുണ്ട് പിന്നെ ട്രിപ്പ് ഇതുവരെ വളരെ നല്ല. ഓളമല്ലേ? ഓളമാണ്. പെങ്ങളെ കെട്ടിയ സ്ത്രീധനത്തുക തരുമോ അള്ളിയ? ഇല്ല. ആ ആ സൈഡാണ് തുമ്പൂർമൊഴി ഡാം വരുന്നത്. അവിടെ കയറണമെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അവിടെ ഫുൾ ഒരു ഗാർഡൻ, ഇതുപോലെ ചുമ്മാ ഇങ്ങനെ നടക്കാനും ഇരിക്കാനുള്ള ബെഡ്ജസ് അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പെർ ഡേ 20 ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഫുൾ ബട്ടർഫ്ലൈസ് ആണ്. ഞാൻ വന്നപ്പോഴേക്കും പോയി.
കണ്ടോ പുറകില്? കാല് വെക്കി, അതാണിത്. കണ്ണടച്ചോ? താത്തി വെക്കേ താത്തി വെക്കേ മുക്കി വെക്കി, നിനക്കല്ലേ ഫിഷ് പാസ് ചെയ്യണ്ടേ? മുക്കി വെക്കാല്ലേ അത് കിട്ടാം കിട്ടാം. ഇതിപ്പോ അവർക്ക് ലാഭമായല്ലോ. എൻജോയ്. കോട്ടയുടെ ശക്തി ശക്തി കൂടി നമ്മൾ ചോറ്, ഇവിടെ ബിരിയാണി, ബിർമാണിയാണ്. ഇതാണ് നമ്മുടെ ചോറ് വരുന്നത്. നല്ലതാട്ടോ. നമ്മുടെ റിസോർട്ടിലെത്തി. ഇന്ന് നമ്മൾ റെയിൻലാൻഡ് റിസോർട്ടിലാണ് സ്റ്റേ എടുത്തേക്കുന്നത്. ചോക്കാം. എന്താ ഇവിടെ? അച്ഛൻ ഭയങ്കര കാര്യമായിട്ട് വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ചെക്ക് ഇൻ ചെയ്തു. അപ്പൊ നമുക്ക് റൂമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. വരൂ ഗൈസ്, ഞങ്ങളുടെ റൂമിൽ പോവാം. ഞാൻ നമ്മുടെ റൂം. വെൽക്കം. 3 പേർക്കുള്ള ഒരു റൂമാണിത്. അപ്പോൾ നമുക്ക് ആദ്യമുള്ളത് കാണിക്കും. നമുക്കൊരു നല്ല ബെഡ് ഉണ്ട്. പിന്നെ നമ്മുടെ കബോർഡ് സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം അതിൽ വെച്ചു. കബോർഡ്, നോർമൽ ആസ് യൂഷ്വൽ TV. പിന്നെ നമുക്ക് ചെറിയ ഒരു, പിന്നെ നമുക്ക് സാധനം ഉള്ളത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വ്യൂ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇതാണ് നമുക്ക് ഒരു ചെറിയ ബാൽക്കണി. നേരെ കാണുന്നത് റോഡാണ്, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് എത്തിയാൽ ഓക്കെ. നമുക്ക് ബാത്റൂം നോക്കാം. വാ. കുഞ്ഞൊരു കോമ്പാക്ട് ബാത്റൂമാണ്. ബേസിക് അമ്യൂണിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് ബാക്കി. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ പൂൾ ഉള്ളത്. ഗൈസ് കം ഓൺ. സോ യാ ഗൈസ്, ഇത് പൂള് 9 മണി വരെ നമുക്ക് പൂൾ ആക്സസ് ഉണ്ട്. കോമൺ പൂളാണ്, പക്ഷെ ഭയങ്കര അടിപൊളിയല്ലേ. നല്ല ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവ്, കൂൾ. ഇതിൻ്റെ താഴെ കുറച്ച് നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനും കുറേ ചെയറൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ഏരിയ ഉണ്ട്. അത് കാണിച്ചു തരാം. വാ. നമ്മൾ പൂളിന് നേരെ താഴെയുള്ള ഒരു ഏരിയ ആണ്. അതൊരു കൈൻഡ് ഓഫ് ഗാർഡൻ സെറ്റപ്പ് ആണ്. നമുക്കിവിടെ എല്ലാവർക്കും ഇരിക്കാം. പിന്നെ ഇതേ നോക്കൂ, ഇവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ട്.
അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട്. രാത്രി നമുക്കിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം. പല പരിപാടികളും നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. പിന്നെ അത് അവിടെ നമുക്ക് കസേരയും കാര്യങ്ങളും ഇരിക്കാനുള്ള ഫുൾ കാര്യങ്ങളുണ്ട്. വരും. നമുക്കിവിടെ ഇങ്ങനെ സുഖമായിട്ട് വന്നിരിക്കാം. എല്ലാവർക്കും കസേര ഉണ്ട്, റെസ്റ്റ് ഏരിയ, ലെഷർ ഏരിയ, എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പറയാം. ഇവിടെ ഇങ്ങനെ ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്. നമുക്ക് ഈവനിങ് വന്നിട്ട് ഫുഡ് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഭയങ്കര ഒരു രസം. നിറയെ മരങ്ങൾ, ഫുൾ തണലാണ്. നല്ല വെയിലുണ്ട് ഇപ്പോൾ, പക്ഷെ ഇവിടെ ഫുൾ മരമാണ്. അതുകൊണ്ട് ഭയങ്കര ഷാഡോ ആണ്. നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. രാത്രി മഴയില്ലെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാം. ഹായ്, ഇതെന്റെ മമ്മി. മമ്മി ഫുള്ള് ന്യൂജനായി. പാന്റ്, ടീഷർട്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. രണ്ടാളും ഇരിക്കണമൊക്കെ അവിടെ. അമ്മ ഇറങ്ങിയില്ലേ? ഗൈസ്, ഞങ്ങൾ പൂളിൽ ചടാൻ പോവാ. ചാടടാ. നമ്മൾ ഇന്നലെ പോയിട്ട് വന്ന പിന്നെ ഞാനൊരു